ഇത്തിരി തേങ്ങാ പിണ്ണാക്ക്, ഇത്തിരി പരത്തിക്കുരു, ഇത്തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിപ്പൂട എവിടെയോ? ഇന്ന് പരിപ്പൂട ഉണ്ടാക്കില്ല സാർ. പരിപ്പൂട ഉണ്ടാക്കിയില്ലേ? പരിപ്പൂടയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പൂട ഉണ്ടാക്കി കൊണ്ടുവരാ. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണ മാതിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പിറന്നവള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ശങ്കരാടി മേമന ചന്ദ്രശേഖര മേനോൻ എന്ന പേര് ആർക്ക് പറഞ്ഞാലും അറിയത്തില്ല. ശങ്കരാടി എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ തറവാട്ട് പേരായിരുന്നു ശങ്കരാടി. ആ മനുഷ്യൻ മലയാള സിനിമയിലെ കാർണവ സ്ഥാനം നമുക്കൊന്ന് വിളിക്കാം. കാരണം ഈ കാര്യസ്ഥൻ, നാട്ടുമ്പുറത്തെ പഴയ വീടുകളിലെ കാരണവർ, അതാണ് ശങ്കരാടിയെ പറ്റിയും പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഒരു നാട്ടു വരുമ്പത്തൂടെ മുണ്ടിൻ്റെ ഒരു കോന്തലയും പൊക്കി പിടിച്ച് ഒരു കൊടയും തൂക്കി വരുന്ന ആ കഥാപാത്രം മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയാണ്. ഇങ്ങനെ മനസ്സിൽ കൂടിപ്പറ്റ ശങ്കരാടിയുടെ 100 വർഷം തികയാണ് അദ്ദേഹം ജനിച്ചത്. ജന്മശതാബ്ദി വർഷമാണ് അത്. അദ്ദേഹത്തെ ഒന്ന് ഓർക്കുകയാണ് മധുരം മലയാളം ചാനൽ. ശങ്കരാടി അമച്ചർ നാടകങ്ങളിലും ഒക്കെ അഭിനയിച്ചിരുന്നു. പഠിച്ച് അദ്ദേഹം മഹാരാജ സ്കൂളിൽ പഠിച്ചിരുന്നു. പഠിച്ചിട്ട് അദ്ദേഹം ബറോഡയിലേക്ക് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ബറോഡയിലേക്ക് പോകുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭണങ്ങളിലും തൊഴിലാളി സമരങ്ങളിലും അദ്ദേഹം ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള മനസ്സ് അദ്ദേഹത്തെ മനുഷ്യൻ്റെ മോചനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, വെളിയിലേക്ക് എന്ന ഒരു രീതിയിലേക്ക് പോയി. അങ്ങനെ കോളേജിൽ നിന്ന് ഇദ്ദേഹത്തിനെ ഈ സമരത്തിൽ പങ്കെടുത്ത് തൊഴിലാളികൾ സംഘടിപ്പിച്ച് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ 1 വർഷം ജയിലിലടച്ചു. ജയിലിലടച്ചു വന്ന വിദ്യാർത്ഥിക്ക് മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നിഷേധിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ചു നാട്ടിൽ വരാമെന്നുള്ള പേടി കൊണ്ട് ബോംബെയിലേക്ക് ഇറങ്ങി അവിടെ ലിറ്ററസി എന്നൊരു മാസികയിൽ KG മേനോൻ്റെ അതിൻ്റെ പത്രാധിപരായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹം അതും കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിൽ ചെറിയ നാടക സംഘം, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള കുറേ ചെറുപ്പക്കാരൊക്കെ PG ആൻ്റണി, പാത്താടൻ, പോഞ്ഞിക്കര, ഇങ്ങനെ കുറച്ച് പേര് ചേർന്നിട്ട് പ്രതിഭ ആർട്സ് ക്ലബ്ബ് എന്നൊരു ഇതുണ്ടാക്കുമായിരുന്നു. അങ്ങനെ അതിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നാടകങ്ങൾ, PG ആൻ്റണിയാണ് നാടകങ്ങൾ എഴുതുന്നത്. ശങ്കരാടി ഒക്കെ അഭിനയിക്കും. അങ്ങനെ ആ സമയത്ത് കോൺഗ്രസ് മന്ത്രിസഭയെ കളിയാക്കിക്കൊണ്ട് എറണാകുളത്തെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി MP കൃഷ്ണപിള്ള എന്നൊരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി ഒരു നാടകം ഉണ്ടാക്കി. ഞങ്ങളുടെ ഭരണം വരയണമേ. 1953 ആ നാടകം. ഈ നാടകം നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേള കേരളത്തിൽ വരികയും നാടകം കാണുകയും ഇവരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു ഈ നാടകം. അങ്ങനെ ഈ പ്രതിഭ ആർട്സ് ക്ലബിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് നിരീക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഏത് നാടകം എന്ത് കലാസൃഷ്ടി അവതരിപ്പിക്കണമെങ്കിലും മജിസ്ട്രേറ്റിന് അനുവാദം മേടിക്കണം. അങ്ങനെ അപ്പോൾ ഇവർ ഇനി ഉള്ള ബുദ്ധി എന്ന് വെച്ചാൽ ഇവർ മജിസ്ട്രേറ്റെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റ് അവിടുത്തെ പോലീസിൻ്റെ മേധാവി കൊടുക്കും. അവിടുത്തെ മേധാവി ഇൻസ്പെക്ടർക്ക് ഒരുപാട് ജോലി, അയാളെന്തര കോൺസ്റ്റബിളിനെ കൊടുക്കും. കോൺസ്റ്റബിൾ ആയിരിക്കണം ഇത് വായിച്ച് നോക്കിയിട്ട് പറയണ്ട. അപ്പോൾ ഇതിനൊരു ബുദ്ധി കണ്ടുപിടിച്ചു PG ആൻ്റണി. ശങ്കരാടി പറഞ്ഞ കഥയാണ്. അപ്പോൾ ഓൺലൈൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഒരു നാട്ടുമ്പുറത്തുകാരൻ ഒരു ചായക്കട സംസാരിക്കുന്ന ഇത്രയേ ഉള്ളൂ. പക്ഷേ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് എഴുതത്തില്ല. അങ്ങനെ ഇവർ ഒരു തെരുവ് നാടകം പോണെങ്കിൽ എവിടെയെങ്കിലും അവതരിപ്പിക്കും. വിഷയം മൊത്തം ഈ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതും നാട്ടിലെ അഴിമതികളെ പറ്റിയൊക്കെ ആയിരിക്കും. അന്നേരം അവിടെ നിന്ന് എഴുതി കൊടുക്കും, ആ ഡയലോഗുകൾ പഠിച്ചു പഠിക്കും. അങ്ങനെ ശങ്കരാടിയൊക്കെ നിമിഷ നേരം കൊണ്ട് പഠിച്ചെടുത്ത് ഭാവാഭിനയങ്ങളിലൂടെ പ്രേക്ഷകനെ കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർച്ച സഹായിച്ച ഒരു കാലഘട്ടമാണ്. പിന്നീട് അത് ഈ
ലെനിനിസ്റ്റ് സിദ്ധാന്തങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുറുകെ പിടിച്ചപ്പോൾ അതിന് പാർട്ടി പലരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയെന്ന് തോന്നല് പി ജി ആന്റണി ഇതിനുവേണ്ടി പൈസ മുടക്കിയ പാത്താടനും ഗോവിന്ദൻകുട്ടി പഴയ നാട് അവരെല്ലാം കൂടെ ചേർന്ന് ഇതിൽ നിന്ന് അങ്ങ് മാറി. പക്ഷെ ശങ്കരാടിക്ക് പാർട്ടി പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റും. ശങ്കരാടി ഭയങ്കര കഥകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. അദ്ദേഹം മാറിയില്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ 25 പേര് മാറിയപ്പോൾ അവർ പ്രതിഭ തിയേറ്റേഴ്സ് എന്നാണ് തുടങ്ങി. പ്രതിഭ ആർട്സ് ക്ലബ്ബ് പിന്നെ എറണാകുളത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരികയും തോപ്പിൽ ഭാഷയുടെ മൂലധനം വിശക്കുന്ന കരിങ്കാലയ്ക്ക് പ്രതിഭയ്ക്കൊണ്ടിടയ നാടകമാണ്. അങ്ങനെ ആ നാടക പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉദയയുടെ 63 കടലമ്മ എന്ന സിനിമയിൽ ഒരു റോളിനായിട്ട് വിളിക്ക് അങ്ങനെ നാടകത്തെ അഭിനയിച്ചു. കടലമ്മയ്ക്ക് ശേഷം ഐഷ, പിന്നെ ഐഷ പിന്നെ ഇത് പഴശ്ശിരാജ, ആ 2 സിനിമയിലും. പക്ഷേ ഈ ഐഷയും വിജയിച്ചില്ല, പഴശ്ശിരാജയും സിനിമ വിജയിച്ചില്ല. പക്ഷേ ഈ ഉദയക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഒരു നടൻ അഭിനയിച്ച് പരാജയപ്പെട്ടാൽ പിന്നെ നടനെ വിളിക്കത്തേ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക വിശ്വാസങ്ങളില്ല. ഉദയയുടെ ചില പടത്തിന്റെ അടൂർ പങ്കത്തിന് വെച്ച് ആദ്യത്തെ ഷോട്ട് അതൊരു ഭാഗ്യമെന്ന് കരുതുന്ന ഒരാൾക്കാരുണ്ട്. അതൊക്കെ വേറെ കഥ. ശങ്കരാടിയിലേക്ക് വരാം. അങ്ങനെ അതിനുശേഷം പിന്നെ ശങ്കരാടി വേറെ പോവുകയും മദ്രാസിലേക്ക് കുടിയേറിപ്പാർക്ക് ഇഷ്ടംപോലെ സിനിമകൾ അതിന് കൈവശം വന്നു. നല്ല നാടൻ ഡയലോഗുകളെ ഇത്രയധികം ഹൃദയസ്ഥമാക്കി നാട്ടും പുറത്തുള്ള ഡയലോഗുകളൊക്കെ പറയുന്ന ഒരു നടൻ മലയാളത്തിൽ വരാം. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളാണ് ഏറ്റവും പ്രസിദ്ധം. ഒരുപാട് കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. കാരണവരായിട്ടും അമ്മാവനായിട്ടും വില്ലനായിട്ടും ഒരു കഥാപാത്രമുണ്ട്. പഞ്ചതന്ത്ര സിനിമയിൽ അദ്ദേഹം ജയഭാരതിയുടെ വീട്ടിലൊരു കാര്യസ്ഥനാണ്. നിരുപദ്രവ അമ്പലവും ഒക്കെ നിൽക്കുന്ന ഒരു നിരുപദ്രവിയായിട്ട് അധികം സംസാരിക്കാത്തൊരു പ്രകൃതം. പക്ഷെ ആ കൊട്ടാരത്തിൽ, ഈ ജയഭാരത കൊട്ടാരത്തിലെ നിധി തട്ടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഓരോ അവകാശമായിട്ട് കൊല്ലുന്നുണ്ട്. അത് ഒരു അമ്പലത്തിലെ പ്രതിമയാണ്, ഒരു പ്രതിമ, രാജപ്രതിമയാണ്. ആ പ്രതിമ രാത്രിയാകുമ്പോൾ ഒരു കത്തിയാട്ടിക്കാൻ പ്രതിമ നടന്നു കഴിഞ്ഞ് ഈ ശത്രുക്കളെ ഒന്നാകെ വകവരുത്തുകയും ചെയ്തു. അങ്ങനെയാണ് നസീർ സാർ CID അന്വേഷിക്കാൻ വരുന്നത്. അവസാനം ഇത് കെട്ടുവിടനെ അന്വേഷിച്ച് മുഖംമൂടി, ഈ രാജപ്രതി മുഖംമൂടി മാറുമ്പോൾ ശങ്കരാടി, അതാണ് ശങ്കരാടി. അതുവരെ നിസ്സാരമായിട്ട് അഭിനയിക്കും. ഈ ക്രൂര മനസാക്ഷി ഒളിപ്പിച്ചു വെച്ചേക്കുന്ന വ്യത്യസ്തയായിരുന്ന റോൾ ശങ്കരാടിയുടെ ഒരു മറക്കാനാവാത്ത സംഭവമാണ്. അതാണ് തന്നെ ഈ നാടകങ്ങളിലൂടെ മധുസാറിൻ്റെ മിക്ക സിനിമകളിലും, പ്രിയയിലാണെങ്കിലും, പ്രിയയിലൊക്കെ നല്ല ക്യാരക്ടർ റോളാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അതിനകത്ത് ഏത് നടന്മാർ ചെയ്യുന്നതിനേക്കാൾ നല്ല റോളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മഞ്ഞിലാസിൻ്റെയും ജയകുമാരുടെയും സ്ഥിരം നടനാണ് അദ്ദേഹം. അവരില്ലാതെ, മഞ്ഞിലാസിന് ശങ്കരാടി ഇല്ലാത്തൊരു സിനിമയില്ല. KS സേതുമാധവൻ ശങ്കരാടി ഒരു കാരണം ഒരു സ്ഥാനം. അനുഭവങ്ങൾ പാളിച്ചകളിൽ സത്യൻ ചെല്ലപ്പൻ ഒരു കേസിൽപ്പെട്ട് ഒളിവിൽ വരുന്നുണ്ട്. ഒരു സ്ഥലത്ത്, കുട്ടനാട് തന്നെ സ്ഥലത്ത്, കോട്ടയം സ്ഥലത്ത് താമസിക്കുമ്പോഴത്തെ അവിടെ കൃഷിക്കാരാണ്. കൊച്ചുകുട്ടി എന്നുള്ള പേര്, ഭാര്യ കോത ഫിലോമിന, മകൻ TK ബാലേന്ദ്രൻ, മകളിൽ ലളിത KPSC അഭിനയിക്കുന്ന കഥാപാത്രം. ഈ വീട്ടിൽ താമസിക്കുമ്പം പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം ഇഷ്ടപ്പെടും. സഖാവ് ഇന്നാൾ പറഞ്ഞെന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആ നടൻ്റെ ആ ഒറിജിനൽ ആ ചിന്താഗതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ സ്വീകരിക്കാനും അതിന് ആതിഥേയ മര്യാദയൊക്കെ പ്രകടിപ്പിക്കുന്ന ഓരോ ഷോട്ടും നമ്മൾ ഇന്നും മറക്കത്തില്ല. കൊച്ചുകുട്ടി മലയാള ആ അനുഭവങ്ങൾ പാലിച്ചാൽ അതിശക്തമായ കഥാപാത്രമാണ് അദ്ദേഹം. അതേ കണക്കിന് വാഴ്വമയത്തിൽ സത്യനും ഷീലയും സുധിയും സരളയും അവർ കല്യാണത്തിൻ്റെ നിസ്സാര കാര്യത്തിൽ പിണങ്ങി രണ്ടാമത് കല്യാണം കഴിക്കുന്നത് ശങ്കരാടിയാണ്, അഡ്വക്കേറ്റാണ് അദ്ദേഹം. ഈ മകളുടെ കല്യാണത്തിന് സത്യം സാർ വരുന്നുണ്ട്. അപ്പോൾ ശങ്കരാടിയാണ് വന്നു പറയാം, അയ്യോ സരളെ സുധി വന്നേക്കുന്നത്. അപ്പോൾ തൻ്റെ ഭാര്യയുടെ പഴയ ഭർത്താവണമെന്നറിയാം. ആ സത്യനും ശങ്കരാടിയും തമ്മിൽ കുറച്ച് സമയം നോക്കുന്നുണ്ട്. തനിക്ക് കൈവിട്ടുപോയത് തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്ന ആളെന്ന നിലയിൽ അവർ രണ്ടുപേരും ഒരു സമയം സംസാരിക്കുന്നില്ല. പക്ഷേ നമ്മളോട് പറയാതെ തന്നെ എൻ്റെ തെറ്റാണ്, നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയോ എന്നുള്ള സത്യസാറിൻ്റെ നോട്ടവും ശങ്കരയുടെ മറുപടിയും ആ വാഴ്വമയത്തിലെ കഥാപാത്രം ആവിസ്മരണീയമാക്കിയ ശങ്കരാടി. അങ്ങനെ ഇഷ്ടംപോലെ കഥ. പിന്നെ നമുക്കിപ്പോൾ ട്രോളുകളിലൊക്കെ ശങ്കരാടിയെ പറ്റി വരുന്നുണ്ട് കഥാപാത്രം. എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാരെ കളിയാക്കാനുള്ള സന്ദേശത്തിൽ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൽ കുമാരപിള്ളന്നൊരു കമ്മ്യൂണിസ്റ്റ് താത്വിക അവലോകനമാണ് ചെയ്യുന്നത്. ഈ മനസ്സിലാക്കാൻ പറ്റാത്ത കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ഈ പാർട്ടിയുടെ പരാജയ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് അദ്ദേഹം ഒരു ഭയങ്കര സറ്റയറാണ്. അത് ശങ്കരാടിയെ കൊണ്ടല്ലാതെ ആരെക്കൊണ്ടും ഇന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്നും ട്രോളുകളിലും മറ്റും നിറഞ്ഞിരിക്കുന്ന കഥാപാത്രം. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല,
ഇപ്പൊ മനസ്സിലായി. അത് കണക്ക് നമുക്ക് ഓർമ്മ വിയറ്റ്നാം കോളനിയില്ല, അവിടുത്തെ എന്ന് പറയുന്നുണ്ട്, ഈ കോളനിക്കാർ ഒഴിപ്പിക്കാൻ നിങ്ങളുടെ എന്താ രേഖയുള്ളത്? ഒരു രേഖയുമില്ല. പക്ഷേ അവരെ ഒഴിപ്പിക്കാൻ എൻ്റെ രേഖയുണ്ട്. അപ്പൊ എല്ലാവരും അന്തം വിട്ടു, നിങ്ങളുടെ രേഖയോ? വട്ടനാണ്, ഒരു പ്രാന്തൻ കഥാപാത്രമാണ്. പക്ഷെ എല്ലാവരും ജിജ്ഞാസ നോക്കിയപ്പോൾ ഇതാ കൈ ഉയർത്തി കണ്ടു, ഇതാണ് രേഖ. ഈ രംഗമൂർത്ത് സിദ്ദിഖ് ഡയറക്ടർ പോലും പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഹാസ്യമാണെങ്കിലും പിന്നെ ഗൗരവതരമായ ആണെങ്കിൽ പോലും പുരാണങ്ങളിൽ ഇനി അദ്ദേഹം പുരാണ കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ സത്യവാൻ സാവിത്രിയിൽ ഡാൻസ് മാസ്റ്ററായിട്ടാണ്. എത്ര മനോഹരമായിട്ട് രാഗസാഗരമേ, അതിമനോഹരമായ ശാസ്ത്രീയ സംഗീതം ശ്രീദേവിയുടെ നൃത്തച്ചുവടുക്കുറിച്ച് പാടി സ്വരങ്ങളൊക്കെ പാടുന്ന ഒരു നൃത്ത അധ്യാപകനായിട്ടാണ് അദ്ദേഹം വന്നേക്കുന്നത്. രാഗസാഗരമേ അമൃത കലശമേന്തി സരസ്വതി പിന്നെ ലങ്കാതകർ എന്നൊരു KP കൊട്ടാരക്കര പടമുണ്ട്. അതിൽ ഇദ്ദേഹം പോലീസുകാരനാണ്. ഈ കള്ളക്കടത്തുകാരെ സംഗീതത്തിൽ ചെന്ന് നമുക്ക് വളരെ വിഷമം തോന്നിക്കുക. ഇവന്മാർ വലിച്ചെഴിച്ചു കൊണ്ട് കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ശവം തുറന്നു നോക്കുമ്പോൾ നസീർ സാറിൻ്റെ വിഷമങ്ങളും ആ ശങ്കരാട്, അതും ആ പോലീസുകാരൻ അടിയോടി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. മലയാള സിനിമയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്കൊന്ന് ഏറ്റവും നല്ല സഹനടനൊന്നും പറയുന്നത് വേർതിരിക്കരുത്, നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. കരാണക്കടലിലെ ഫിലിപ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സത്യൻ്റെ തോമ എന്ന ആ കഥാപാത്രം ഒരു മലപ്രദേശത്ത് കുടിയേറിപ്പാർക്കാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായം ഒരു മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്തീയ ഒരു കാരണവരായിട്ട് എല്ലാ സഹായം കൊടുക്കുന്ന ഭവ്യതയെല്ലാം അങ്ങനെയൊക്കെയുള്ള റോളുകൾ, ഒരു വിധേയത്വം പ്രകടിപ്പിക്കുന്ന റോളുകളിലൊക്കെ അദ്ദേഹം വളരെ അവിസ്മരണീയമായ ഒരുപാട് കഥാപാത്രങ്ങൾ. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിർമാല്യ സിനിമ എടുക്കുമ്പോൾ MD പറഞ്ഞു, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട് നിർമാല്യം, ഞാൻ തന്നെയാണ്. അപ്പം അത് ശങ്കരാടി ചേട്ടൻ വേണം വെളിച്ചപ്പാടായിട്ട് അഭിനയിക്കാൻ. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ച് കഥ കണ്ടപ്പോൾ ഇല്ലില്ല, ഇത് ചെയ്യേണ്ട ഒരാളേ ഉള്ളൂ. അതാരും ചോദിച്ചു, അത് PG ആൻ്റണി. അതാണ് ആ മനുഷ്യൻ്റെ ഒരു പാടവം, നിരീക്ഷണ പാടവം. ഒരു ഡയറക്ടർ പറഞ്ഞപ്പോൾ ഡയറക്ടർക്ക് അതിന് വേണ്ടുന്ന ആളെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം PG എന്നെ അത്ഭുതപ്പെട്ടു. ശങ്കരാടി എന്നെ ശുപാർശ ചെയ്യുക. സാധാരണ മലയാള സിനിമയിൽ അങ്ങനെയൊന്നും നടക്കാറില്ല. പക്ഷേ തന്നോടൊപ്പം തന്നിലെ നടനെ ആക്കിയ PG അദ്ദേഹം ഒരിക്കലും മറന്നില്ല. PG കളരി കൂടാണല്ലോ ശങ്കരാടിയൊക്കെ വരുന്നത്. പക്ഷേ അങ്ങനെ ഇന്നും ഭാരത അവാർഡ് മേടിച്ച PG എന്നും പറയും, എനിക്ക് ശങ്കരാടി തന്ന സമ്മാനമാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു സൗഹൃദ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരെയും കൈയച്ച് സഹായിക്കുകയും എന്ത് റോളുകളും പരസ്പരം ചെയ്യുന്നു. അതേപോലെ ഏതെങ്കിലും ഒരു ഡയറക്ടറെ സത്യനത്തിൽ കണ്ടിച്ച് എനിക്ക് പടമില്ലേ എന്ന് ഒരു ലജ്ജയുമില്ലാതെ ചോദിക്കണം, അദ്ദേഹത്തിന് അഭിനയിക്കണം, എപ്പോഴും അഭിനയിക്കണം. അഭിനയമില്ല അദ്ദേഹത്തിന് ലോകമില്ല. അങ്ങനെയായിരുന്നു ആ കാലഘട്ടം. അപ്പോൾ എല്ലാ ഡയറക്ടറോടും, ചെറുപ്പക്കാരോടൊന്നുമില്ല, സീനിയേഴ്സിനോടൊന്നുമില്ല, അതൊന്നുമില്ല. നടനായിട്ട് വന്ന അദ്ദേഹം നടനാണ്. ഏത് വേഷം കെട്ടാനും തയ്യാറായിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ്. നെല്ലിലെ പ്രേംനസീർ വന്ന് താമസിക്കുന്ന വീട്ടിലെ ഒരു കാരണവരായിട്ടാണ്. അവിടുത്തെ പഴങ്കഥകളും ഒരു ജോലിക്കാരൻ വരുന്നുണ്ട്. ആ ജോലിക്കാരൻ പുച്ഛത്തോടെ പറഞ്ഞേക്കുന്നത് അതേ ടോണോട് മാറി നസീർ സാറിൻ്റെ വളരെ സ്നേഹത്തിൽ യുവറ്റികളെ ഒന്ന് വിശ്വസിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് നീങ്ങുന്ന ആ കഥാപാത്രമുണ്ട്. അതപ്പോൾ ഏത് കഥാപാത്രത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താലും അത് വിദഗ്ധമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യും. പിന്നെ ഒരുപാട് കഥാപാത്രം ഡയറക്ടറിനെ അറിയാം, ശങ്കരാടി ഏൽപ്പിച്ചാൽ അത് നല്ലവണ്ണം നടന്നിരിക്കും. പിന്നെ അദ്വൈതത്തിൽ പ്രിയദർശൻ്റെ പടത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്നുണ്ട്. എന്ത് രസകരമായിട്ട് ചെയ്തേക്കുന്ന ഒരു ശരിക്കും നമ്മുടെ ഒരു കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിയെ അനുസ്മരിപ്പിക്കുന്ന ആ ഗൗരവത്തോടുകൂടി അതെല്ലാം വെറൈറ്റിയാണ് അദ്വൈതത്തിലെ മുഖ്യമന്ത്രി. കഷ്ടമാണ് സ്വാമി എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. മന്ത്രിസ്ഥാനം പോയി, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പണവും നഷ്ടപ്പെട്ടു. കൂടെ നിന്നവരെല്ലാം ആ ശേഖരനടക്കം എന്നെ ചതിച്ചു. നമ്മുടെ ഈ നാൽക്കവലയിൽ കോണവും തയ്ച്ച് ജീവിച്ചിരുന്ന ശേഖരനെ ഞാനാണ് പാർട്ടി കൊണ്ടുവന്ന് നേതാവാക്കി
ജീവിക്കാനുള്ള വക കാണിച്ചു കൊടുത്തു. അറിയാലോ. അതുവരെ ചെയ്യുന്ന വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ കഥാപാത്രവും എടുക്കുമ്പോൾ ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് പോകുന്ന മുസ്ലിം കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം കഥാപാത്രത്തെ അവതരിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ വളരെയേറെ വ്യത്യസ്തമാണ്. അതുപോലെ ശശികുമാർ സാറിനും ഭയങ്കര ശങ്കരാടി, ബെഹദൂർ, അടൂർ വാസി, ഇവരുടെ ഒരു ത്രയം അതിന് എല്ലാ സിനിമയിലും ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഒരു അമ്മാവൻ അല്ലെങ്കിൽ ക്യാരക്ടർ, പിന്നെ ഒരു പെണ്ണിൻ്റെ കഥയിലുണ്ട്. അദ്ദേഹം ആ ഗായത്രി ദേവിയുടെ എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിക്കുന്നതും ഒരു മാനേജർ എന്ന നിലയിൽ, എസ്റ്റേറ്റ് മാനേജർ എന്ന നിലയിലും ഒരു പ്രത്യേക റോളായിരുന്നു. ഒരു പെണ്ണിൻ്റെ കഥ സേതുമാധവൻ സാറിൻ്റെ അത് കൊടുത്ത്. പിന്നെ വേറെ ഒരു വ്യത്യസ്ത റോളെന്ന് വെച്ചാൽ ഒരു നഖങ്ങൾ, വൈക്കം ചന്ദ്രശേഖരനാണ് നോണ്ട് നഖങ്ങൾ, രാവുണ്ണി മേനോൻ. അത് ഒളിവിൽ പാർക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളുടെ കഥയാണ്. തോട്ടം തൊഴിലാളി സമരവും ഒക്കെ ആസ്പദമാക്കി ആ കാലഘട്ടത്തിലെ കഥയാണ്. ഒളിവിൽ താമസിക്കുന്ന ആൾക്കാർ സഹായം ചെയ്തു കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും ഗൗരവപ്രധാനമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ്റെ റോളിൽ വിൻസെൻ്റ് മാസ് അറിഞ്ഞു കൊടുത്തതന്നെയാണ്. അതും അദ്ദേഹം വളരെ നല്ലവണ്ണം ചെയ്തിരുന്നു.